ഹായ് ഓൾ. നമ്മൾ ഇപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറുടെ GK ഭാഗം മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ ആൻസർ കീസ് നമുക്ക് നോക്കാം. 61ാമത്തെ ചോദ്യം. നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ. ഡിഡിൻറ്റ് വി, ഡിഡ് ആസ്, ഡോണ്ട് ദേ, ഡിഡ് വി. അപ്പോൾ ഇതിലേതാണ് ഉത്തരം? നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം. ക്വസ്റ്റ്യൻ ടാഗാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് പോസിറ്റീവ് ആകണമെങ്കിൽ ഓപ്ഷനിൽ 2 ടാഗ് പോസിറ്റീവ് ഉണ്ട്, അസും വിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും എഴുതേണ്ടത് എങ്ങനെയാണ്? ഡിഡ് വിന്നേ വരത്തുള്ളൂ. ഡിഡ് വി, അസല്ല ഉപയോഗിക്കേണ്ടത്, ഡിഡ് വി ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. could have met, could met, could have meet, will meet. അപ്പം ഇത് ഹാഡ് പ്ലസ് V3 വരുമ്പോൾ നമ്മൾ ഏതാണ് കുഡ് ഹാവ് പ്ലസ് V3 തന്നെയാണ് വരുന്നത് അല്ലേ. ഹാഡ് പ്ലസ് V3 വരുമ്പം വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് എന്ന് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. കുഡ് ഹാവിൻ്റെ കൂടെ മെറ്റാണ് ഉപയോഗിക്കുന്നത്, മീറ്റ് അല്ല. ഹാവിൻ്റെ കൂടെ V3 ആണ് വരേണ്ടത്. അപ്പം കുഡ് ഹാവ് മെറ്റാണ് ഉത്തരം. Change into reported speech. He said, will you listen to such an advice? He asked whether they would have listened to such an advice. He asked whether they would listen to such an advice. He asked whether they had listened to such an advice. He asked whether they would listen to such an advice. അപ്പം ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിക്കാണും ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത്. കാരണം ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് സംശയം വരും. വുഡ് ലിസൺഡ് ആണോ, ദേ വുഡ് ലിസൺ ആണോ, ദേ വുഡ് ലിസൺ ആണോ, ദേ വുഡ് ലിസൺഡ് ആണോ നമുക്ക് സംശയം വരും. വില്ല് ഇവിടെ കിടക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും വുഡ് വരുന്നു. ഹാവ് ഒന്നും വരാൻ സാധ്യതയില്ല നമുക്കറിയാം. ഇവിടെ ഇതും വരാൻ, സിയും എയും വരത്തില്ല എന്ന് നമുക്ക് ഓപ്ഷനിൽ തന്നെ ഉറപ്പിക്കാം. പിന്നെ ഇതാണ് നമ്മൾ സംശയം വരുന്നത്. ഇതിൽ നിങ്ങൾ ഏത് എഴുതും? വിൽ പ്ലസ് ഇത് നമുക്കറിയാം. വിൽ യു ലിസൺ എന്താണിത്? ഇത് ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ടാഗ് എപ്പോഴും നമുക്കറിയാം, അല്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് വെദർ, ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻസിലെല്ലാം അത് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വില്ല് വുഡ് ആയല്ലോ, അതിനുശേഷം എന്ത് മാറ്റം വരുന്നില്ല, വെർബിന് മാറ്റം വരുന്നില്ല. കാരണം ഇതൊരു ജസ്റ്റ് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. 64. എക്സ്പാൻഡ് UPI. UPIയുടെ ഫുൾ ഫോമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്, യൂണിഫൈഡ് പവേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിഫൈഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. നമുക്കറിയാം UPI ID നമ്മൾ പറയാമല്ലേ. UPI ID ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നല്ലേ, അത് സിംഗിൾ ആയിരിക്കും, അത് യൂണിഫൈഡ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതൊരു ഇൻ്റർഫേസിന് വേണ്ടി നമ്മൾ ഒരു ഇടപാട് നടത്താനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമല്ലേ. അപ്പം അതാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. 65. കോർട്ട് ഒബ്സർവ്ഡ് ദ എഗ്രിമെൻറ്റ് നൾ ആൻഡ് വോയിഡ്. ഹിയർ നൾ ആൻഡ് വോയിഡ് മീൻസ്, അപ്പോൾ ഇത് ഇഡിയമാണ്. നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ ഇൻവാലിഡ് എന്നാണ് കേട്ടോ, ഇൻവാലിഡ്. അടുത്തത് pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ഒരാളെ പറയുന്ന പേര് ഐക്കണോക്ലാസ്റ്റ് എന്നാണ് കേട്ടോ. ഐക്കണോക്ലാസ്റ്റ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഐക്കണോക്ലാസ്റ്റ്. അടുത്ത ചോദ്യം നോക്കൂ. പിക്ക് ഔട്ട് ദ വേർഡ്, നമ്മൾ പറഞ്ഞല്ലോ ഐക്കണോക്ലാസ്റ്റ്. 67. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ്. ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി, വാസ്, വെയർ, ഹാവ് ബീൻ, ആർ. ഇതിൽ ഏതാണ്? 67 വാസ് ആണ് വരുന്നത്. വാസ്, കാരണം അവിടെ ക്വാളിറ്റി എന്നല്ലേ പറയുന്നത്. ക്വാളിറ്റിയെ ആണ് അവിടെ നമ്മൾ എന്ത് വെക്കുന്നത്, ഒരു സബ്ജക്റ്റ് പോലെ വെക്കുന്നത്. അപ്പോൾ അതിന് എന്തില്ല, അത് സിംഗുലർ ആയിട്ടേ പറയത്തുള്ളൂ. ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ഒന്നെങ്കിൽ എ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ VB വരാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് ബൈ വെച്ച് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ എന്തെന്ന് പറയാം,
പാസീവ് വോയിസിലാണെന്ന് പറയാം. അപ്പോൾ ബിയും കൂടെ വരുമ്പോൾ ഹി വിൽ ബി കംപ്ലീറ്റിങ് വരാം. അല്ലെങ്കിൽ അല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് അവൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഹി വിൽ കംപ്ലീറ്റ് എന്നും പറയാം. ഇതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഏത് ഉത്തരം എഴുതിയെന്ന് അറിയത്തില്ല. വരാൻ സാധ്യത ഉള്ളത് ബി ആയിരിക്കാനാണ് സാധ്യത. 69. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. കീപ് ഡൗൺ, കീപ് ഫ്രം, കീപ് ബാക്ക്, കീപ് എവേ. കീപ് ഫ്രം ആണ്. കീപ് ഫ്രം. ടീച്ചർ കുഡ് നോട്ട് കീപ്പ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ എന്നാണ് വരുന്നത്. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് മൊമെൻറ്റോ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വേർഡാണ് ഇത്. മെമെൻറ്റോ എന്നാണ് പറയുന്നത്. മെമെൻറ്റോ. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ അത്ര എളുപ്പമൊന്നും അല്ല. എന്നാലും നിലവാരം പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എളുപ്പമായിരുന്നോ ഇല്ലയോ എന്നും കൂടെ പറയൂ. ഇനി നമുക്ക് മലയാളവും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. നമുക്ക് മലയാളം കൂടെ അപ്ലോഡ് ചെയ്യുമ്പം നമ്മുടെ ഈ സെഷൻ കഴിയും. പിന്നെ 20 മാർക്കിൻ്റെ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. ജസ്റ്റ് PDF ആയിട്ട് ടെലഗ്രാമിലെങ്ങാനും അപ്ലോഡ് ചെയ്തേക്കാം.